കൊച്ചിൻ. ഹലോ സർ. നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം പ്ലാസ്റ്റിക് സർജറി. സർ, എന്താണ് പ്ലാസ്റ്റിക് സർജറി? പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ഗ്രീക്ക് വേർഡ് പ്ലാസ്റ്റിക്കോസിൽ നിന്നാണ് ഇവോൾവ് ആയിരിക്കുന്നത്. പ്ലാസ്റ്റിക്കോസ് എന്ന് പറഞ്ഞാൽ മോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബോഡിയിലെ സ്കിൻ അല്ലെങ്കിൽ ദശ അല്ലെങ്കിൽ ടിഷ്യൂസ് എടുത്തിട്ട് അത് ഷേപ്പ് ചെയ്തിട്ട് അതുപോലെ പോയ ഭാഗം നമ്മൾ അതുപോലെ ഷേപ്പ് ചെയ്ത് റീകൺസ്ട്രക്റ്റ് അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന സർജറിയാണ് പ്ലാസ്റ്റിക് സർജറി. ഇപ്പോൾ ആക്ച്വലി ഇത് ഇവോൾവ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഉള്ള പ്ലാസ്റ്റിക് സർജൻ നമ്മുടെ ഒരു ഇന്ത്യൻ തന്നെയായിരുന്നു, അങ്ങനെ നമുക്ക് പറയാം. ശുശ്രൂത എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടുള്ളായിരുന്ന ഒരു ഫിസിഷ്യനാണ്. പുള്ളി ആദ്യത്തെ ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാസ്റ്റിക് സർജറി പണ്ട് കാലത്ത് ചെയ്തേക്കുന്നത്. ഇപ്പം നോസ് നമ്മുടെ മൂക്ക് അല്ലെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ഫോർഹെഡിലെ ദശ എടുത്തിട്ട് ഒരു മൂക്കിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് അത് മൂക്ക് പോലെ ഉണ്ടാക്കി വെക്കുന്നത്. അതുപോലത്തെ ഒക്കെ സർജറീസ് പുള്ളി അന്നത്തെ കാലത്ത് ചെയ്യുമായിരുന്നു. അപ്പം ശുശ്രൂത ആക്ച്വലി ഒരു ഫാദർ ഓഫ് പ്ലാസ്റ്റിക് സർജറി ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ ഒരു കുറേ വർഷത്തേക്ക് അതിൻ്റെ വലിയ ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 17th സെഞ്ച്വറിയിൽ ഇറ്റലിയിലൊക്കെ പിന്നെയും ഈ സെയിം സർജറി ഇവോൾവ് ആവാൻ തുടങ്ങി. 19th സെഞ്ച്വറിയിൽ കൂടുതലായിട്ട് ഈ പ്ലാസ്റ്റിക് സർജറി ഇവോൾവ് ആയി. വേൾഡ് വാറിലാണ് ഏറ്റവും മാക്സിമം ഇതിൻ്റെ ഡെവലപ്മെൻ്റ് ആയത്. ബിക്കോസ് വേൾഡ് വാർ ആയപ്പോഴത്തേക്കും ഈ ബോംബിങ്സും ആക്സിഡൻസും ഒക്കെ ആകുന്നുണ്ട് കുറേ സോൾജേഴ്സിൻ്റെ ഫേസ് ഈ ബോംബ് കൊണ്ട് തെറിച്ചുപോയി, മൂക്ക് പോയി, കണ്ണില്ലാതായി, കൈ ഇല്ലാതായി, ബോഡിയിലെ ചില ഭാഗങ്ങളില്ലാതായി, ദശയും തൊലി ഇല്ലാതായി. അപ്പോൾ ഇതെല്ലാം റീകൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിന് തിരിച്ച് നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് സർജറി ഇവോൾവ് ആയി ഇപ്പോഴത്തെ ഒരു സ്റ്റേജിലാണ് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ബേസിക്കലി മോൾഡ് ചെയ്ത് അല്ലെങ്കിൽ ഷേപ്പ് ചെയ്ത് നമ്മുടെ പോയ ഭാഗം അതുപോലെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്, അല്ലാതെ പ്ലാസ്റ്റിക്കായിട്ടൊരു കണക്ഷൻ ഇല്ല. പലപ്പോഴും ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട്, ഡോക്ടർ ഏത് പ്ലാസ്റ്റിക്കാണ് വെക്കുന്നത്, എവിടുത്തെയാണ് വെക്കുന്നത്? അപ്പോൾ അങ്ങനെ ഒരു പ്ലാസ്റ്റിക് അല്ല ഇത്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കോസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് മോൾഡ്. ആ ഒരു ടേമിലാണ് ഈ പ്ലാസ്റ്റിക് സർജറി ഇവോൾവ് ആയി വന്നേക്കുന്നത്. സർ, ഈ വൂണ്ട് അല്ലെങ്കിൽ ഇഞ്ചുറീസ് അതിൻ്റെയൊക്കെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്ലാസ്റ്റിക് സർജറിയിൽ? ഇഞ്ചുറീസ് ആക്ച്വലി ആകുമ്പോൾ നോർമലി നമ്മൾ ആദ്യം നോക്കാന്നുള്ളത് ഏത് ഇഞ്ചുറി ആയാലും അതിന് നോർമലി ഒരു ടെറ്റനസ് ഷോട്ട് എല്ലായിടത്തും കൊടുക്കാറുണ്ട്. അതിപ്പോൾ ഒരു കോമൺ നോളേജ്, ഏത് ക്ലിനിക്കിൽ പോയാലും ഏതായാലും ആദ്യം അത് കൊടുക്കാറുണ്ട്. പിന്നെ ഒരു ആൻറ്റിബയോട്ടിക് കവറേജ് കൊടുക്കും ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ വേണ്ടി. പിന്നെ പെയിൻ കില്ലേഴ്സും കൊടുക്കും. ഇത് നോർമലായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. പക്ഷേ വൂണ്ട് പെർസെ നമ്മൾ നോക്കുമ്പോൾ അത് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ വൂണ്ടിൽ കണ്ടാമിനേഷൻ ഉണ്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മളത് വാഷ് ചെയ്ത് ആ കണ്ടാമിനേഷൻ എല്ലാം ക്ലീൻ ആക്കണം. പിന്നെ സെക്കൻഡ് തിങ്, ഈ വൂണ്ടിൽ എന്തെങ്കിലും ദശ പോയിട്ടുണ്ടോ, തൊലി പോയിട്ടുണ്ടോ, ദശ പോയിട്ടുണ്ടോ, എന്തോ ലോസ്റ്റ് ആയിട്ടുണ്ട്. അതൊന്നും ലോസ്റ്റ് ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒരു മുറിവ് അല്ലെങ്കിൽ കട്ട് ഇഞ്ചുറി പോലെ ആണെങ്കിൽ അത് നമുക്കത് റിപ്പയർ ചെയ്യാം. അതിന് ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉണ്ട് റിപ്പയർ ചെയ്യാൻ. ഇപ്പോൾ നമ്മളൊരു എമർജൻസിയിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വലിയ സൂച്ചേഴ്സൊക്കെ ഇട്ട് തയ്ച്ച് വെക്കും അത്. പക്ഷേ പ്ലാസ്റ്റിക് സർജറി ആകുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും മിനിമം സ്കാറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങൾ ആക്ച്വലി ഒരു 5 years അല്ലെങ്കിൽ ഒരു 10 years മുമ്പ് നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോഴത്തേക്ക് വേണ്ടി ഇത് എങ്ങനെയെങ്കിലും ഈ വൂണ്ട് ക്ലോസ് ചെയ്യണം അങ്ങനെയല്ല. നാളെ ഈ പേഷ്യൻ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു 5 വർഷം കഴിയുമ്പോൾ ആ സ്കാർ എങ്ങനെ ഇരിക്കും, ഈ പേഷ്യൻ്റ് ഹാപ്പി ആയിരിക്കുമോ, അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും മിനിമൽ ഫൈനായിട്ടുള്ള സൂച്ചേഴ്സും അതുപോലത്തെ ടെക്നിക്സും ഏറ്റവും മിനിമൽ സ്കാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ടെക്നിക്ക് യൂസ് ചെയ്താൽ നമ്മൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നത്. അപ്പം പ്ലാസ്റ്റിക് സർജറി തന്നെ ഇത്രയും വർഷം പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് പേഷ്യൻ്റെ പുറത്ത്. അപ്പം അതിൻ്റെ അകത്ത് സ്കിൻ ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സ്കിൻ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള വേറെ ഒരു ഭാഗത്തിൽ നിന്ന് തൊലി എടുത്തിട്ട് ഈ തൊലി നമ്മൾ അതിന് സ്കിൻ ഗ്രാഫ്റ്റിംഗ് ബ്ലേഡുണ്ട്, ഹാൻഡിലുണ്ട്. അപ്പോൾ ആ ഒരു മെഷീൻ വെച്ച് ഇത് നമ്മൾ ഈ സ്കിൻ എടുത്തിട്ട് നമ്മൾ അവിടെ ഇത് പിടിപ്പിച്ച് പിന്നെ അത് പിടിക്കണം ആ ഗ്രാഫ്റ്റ്. അതാ സ്കിൻ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എടുത്ത സ്ഥലത്ത് എന്തുവാകും, അവിടെ വൂണ്ടാവും. നോർമലി പേഷ്യൻസ് ചോദിക്കാറുണ്ട്, അവിടെ നിന്നും വലിയൊരു വൂണ്ടാവുമോ? അപ്പോൾ നമ്മളൊരു ഫുൾ തിക്നെസ് അല്ല എടുക്കുന്നത്. നമ്മൾ നോർമലി എടുക്കുമ്പോൾ ഏറ്റവും മേലെ ഭാഗത്ത് ഒരു കൊച്ചൊരു ഏരിയ മാത്രമേ എടുക്കും. അപ്പോൾ അത് ഒരു 2 വീക്കിൽ നോർമലി ഹീലായി വരും. ചില കേസസിൽ നമ്മൾ ഫുൾ തിക്നെസ് എടുക്കാറുണ്ട്. ഇപ്പം നമ്മുടെ ഫേസിൽ ഏതെങ്കിലും കൊച്ചു ഭാഗത്ത് സ്കിൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫുൾ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഫുൾ തിക്നെസ് ആയിട്ടുള്ള സ്കിൻ എടുക്കും. അപ്പോൾ അതിനാകുമ്പോൾ കോസ്മെറ്റിക്കലി അത് കാണാൻ ഒരു ഇച്ചിരി ബെറ്ററാണ് നമ്മൾ നോർമൽ സ്കിൻ ഗ്രാഫ്റ്റ് എടുക്കുന്നത്. പക്ഷേ അത് എടുക്കുമ്പോൾ പിന്നെ അവിടെ ഹീൽ ആവത്തില്ല. അപ്പോൾ അത് എടുക്കുന്ന സ്ഥലത്ത് നമ്മളത് ക്ലോസ് ചെയ്യും ആ ഏരിയ. അപ്പോൾ അത്രയും സ്കിൻ എടുത്ത് അത് ക്ലോസ് ചെയ്യും. അത് നമ്മൾ ഉണങ്ങാൻ അങ്ങനെ അങ്ങ് വിടത്തില്ല. അപ്പോൾ അത് ആ ഡിഫറൻസ് ഉണ്ട്. ഒരു ഫുൾ തിക്നെസ് ഗ്രാഫ്റ്റ് എടുക്കും, ഒരു പാർഷ്യലായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്.
ചില സമയത്ത് നമുക്ക് ദശ തന്നെ അവിടെ നിന്ന് പോകും, മാംസം അല്ലെങ്കിൽ ദശ അങ്ങ് പോകും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ മാംസം അല്ലെങ്കിൽ ദശ വേറെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് അവിടെ ഇടേണ്ടതായിട്ട് വരും. അതിനാണ് നമ്മൾ ഫ്ലാപ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ ഈ ഇഞ്ചുറി ഉള്ള സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഭാഗത്തിന് എടുക്കുകയാണെങ്കിൽ അതിനെ ലോക്കൽ ഫ്ലാപ്സ് എന്ന് പറയും. ചില സമയത്ത് നമുക്ക് അവിടെ ഇവിടും ആ ഫുൾ, സപ്പോസ് നമുക്ക് കാലിൽ ഒരു ഇഞ്ചുറി ഉണ്ട്, എന്നിട്ട് ആ കാല് ഫുൾ ഡാമേജ് ആയിട്ട്, അപ്പോൾ അടുത്ത ഭാഗത്ത് എവിടെ നിന്നും നമുക്ക് എടുക്കാൻ ഒക്കത്തില്ല. അപ്പം നമുക്കത് വേറെ കാലിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ഒരു ബോഡീൻ്റെ ഒരു ഭാഗത്തിൽ നിന്ന് വേണം എടുക്കാൻ ഉള്ളത് അത്. അപ്പോൾ അങ്ങനെ എടുത്ത് നമ്മളത് ചെയ്യേണ്ടതായിട്ട്. സർ, നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് ഓരോ ഫാക്ടറീസിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനൊക്കെ ഹാൻഡ് ഇഞ്ചുറീസ്, ക്രഷ് ഇഞ്ചുറീസ് ഒക്കെ, അതായത് കൈയുടെ ഭാഗം മൊത്തത്തിൽ പോവുക അല്ലെങ്കിൽ കുറേ ഭാഗമൊക്കെ ചതഞ്ഞു പോവുക കണ്ടിട്ടുണ്ട്. അതിനൊക്കെ എന്താ സർ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോഴത്തെ നമ്മുടെ ഒരു സിറ്റുവേഷനിൽ ഫാക്ടറീസ് ഒത്തിരി ഉണ്ട്. നമുക്കിപ്പം കൺസ്ട്രക്ഷൻ വർക്കേഴ്സിൽ ഒത്തിരി കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹാൻഡ് ഇഞ്ചുറീസ് ഒരു വലിയൊരു കോമൺ പ്രോബ്ലമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് ചിലപ്പം ചതവ് മാത്രമേ കാണത്തുള്ളൂ, ഒരു ബ്ലണ്ട് ഇഞ്ചുറി പോലെ ഇപ്പം മാത്രം ചതഞ്ഞ് കാണത്തുള്ളൂ. ചിലപ്പോൾ അത് തൊലി അല്ലെങ്കിൽ ദശ പോയിട്ടുണ്ടായിരിക്കും ഫിംഗർ ടിപ്സിൽ. ചിലപ്പം അസ്ഥി പൊട്ടി കാണും, ഫ്രാക്ചേഴ്സ് പോലെ. ചിലപ്പോൾ നഖവും അതിൻ്റെ മേളത്തെ ഭാഗവും എല്ലാം പോയി കാണും. ചിലപ്പോൾ ഒരു ഫിംഗറിൻ്റെ ഒരു ഭാഗം തന്നെ അങ്ങ് പോയി കാണും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈച്ച് പ്രോബ്ലം ഡിഫറെൻ്റ്ലി വേണം ടാക്കിൾ ചെയ്യാൻ. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൊച്ചൊരു ഇഞ്ചുറി ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് റിപ്പയർ ചെയ്താൽ മതി. നെയിലും നെയിൽ ബെഡ് ആണെങ്കിൽ അത് യൂഷ്വലി ഒരു നെഗ്ലക്റ്റഡ് ഫീൽഡാണ്. പക്ഷേ നെയിൽ ബെഡ് വെരി ഇമ്പോർട്ടൻ്റാണ്. എന്തിനും ഇമ്പോർട്ടൻ്റ് ആണ്? ബിക്കോസ് നെയിൽ ബെഡ് ഇഞ്ചുറി ആകുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പം വെളിയിൽ നിന്ന് കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവത്തില്ല, അത് ജസ്റ്റ് ഒരു കൊച്ചു ബ്ലൂനെസ് കാണും. പക്ഷേ ഈ നെയിലിൻ്റെ താഴെ നല്ലൊരു നെയിൽ ബെഡ് ഇഞ്ചുറി കാണും. അത് ഭാവിയിൽ നമുക്ക് ഈ പുതിയ നെയിൽ വരുമ്പോൾ ഡിഫോംഡ് ആയിരിക്കും. ആ ഒരു സമയത്ത് നമ്മൾ പോയി ചെയ്യുമ്പോൾ നമുക്ക് അത് ചെയ്യാൻ ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം ആ നെയിൽ ബെഡ് നമ്മൾ റിപ്പയർ ചെയ്താൽ അത്രയും ആ പുതിയ വരുന്ന നെയിൽ ബെറ്റർ ആയിരിക്കും. അതുപോലെ ഫ്രാക്ചേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കത് ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. ദശ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ദശ വെക്കേണ്ടതായിട്ട് വരും. ചില സമയത്ത് നമുക്ക് ആ ഫിംഗറിൽ ദശ കിട്ടത്തില്ല. അപ്പം വേറെ ഫിംഗറിൽ നിന്ന് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഈ ഫിംഗറിലോട്ട് നമുക്ക് ആ ദശ ഇടേണ്ടതായിട്ട് വരും. അതിന് ക്രോസ് ഫിംഗർ ഫ്ലാപ്പ് എന്ന് പറയും. ചില സമയത്ത് ഇവിടെ എങ്ങും ദശയില്ലെങ്കിൽ നമ്മൾ വയറിലോട്ടോ അതോ വേറെ എന്തെങ്കിലും ഭാഗത്തോ കണക്ട് ചെയ്തിട്ട് അവിടുത്തെ ദശ കണക്ട് ചെയ്യും. എന്നിട്ട് 3 ആഴ്ച കഴിയുമ്പോൾ അത് സെപ്പറേറ്റ് ചെയ്യും. ബിക്കോസ് ഈ കണക്ട് ചെയ്ത ദശന് രക്തം കിട്ടണ്ടേ, അത് കഴിഞ്ഞിട്ട് അത് സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ സർജറീസ് ചെയ്യാറുണ്ട്. പിന്നെ ഫുള്ളായിട്ട് കട്ടായി പോയ ഫിംഗേഴ്സിന് അത് മൈക്രോസ്കോപ്പിന് താഴെ വെച്ച് മൈക്രോവാസ്കുലർ സർജറി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ വെസൽസ് അല്ലെങ്കിൽ അതിൻ്റെ രക്തം വേണമെങ്കിൽ അത് കട്ടായത് അത് മൈക്രോസ്കോപ്പിന് താഴെ കണക്ട് ചെയ്യേണ്ടി വരും. അതിൻ്റെ നെർവ്സ് അല്ലെങ്കിൽ ഞരമ്പൽ കട്ടായ അത് കണക്ട് ചെയ്യേണ്ടി വരും. ടെൻഡൻസ് അല്ലെങ്കിൽ നമ്മൾ ഈ അണുക്കുന്ന വള്ളികൾ അത് കട്ടായ അതെല്ലാം കണക്ട് ചെയ്യേണ്ടി വരും. അതുപോലെ അസ്ഥി പോയ അതും കണക്ട്. അപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് നമ്മളത് ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് പ്രോബ്ലമാണ് അത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് എല്ലാത്തിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം ഒരു കുട്ടിയുടെ കൈയിൽ എന്തോ ഇഞ്ചുറി പറ്റിയിട്ട് അവിടെ ഒരു സർജറി ചെയ്തപ്പം തൈസയിലോട്ട് സ്റ്റിച്ച് ചെയ്ത് അതും ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയിട്ട്. അത് ഇല്ല, അത് അവിടുത്തെ കയ്യിൽ ദശ നമുക്ക് ചിലപ്പം കൂടുതലായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ദശ നമ്മൾ വേറെ ഒരു സ്ഥലത്തിന് ഇടേണ്ടതായിട്ട് വരും. അപ്പോൾ ചിലപ്പോൾ ഒരു മൈക്രോവാസ്കുലർ സർജറി എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ഒരു കോംപ്ലിക്കേറ്റഡ് സർജറിയാണ്. അതിന് സമയം വേണം, അതിന് പേഷ്യൻറ്റ് ഫുൾ ഫിറ്റ് ആയിരിക്കണം. അപ്പോൾ ചിലപ്പോൾ ഒരു മൈനർ പ്രൊസീജിയറായിട്ട് നമ്മൾ വേറെ സ്ഥലത്തിന് ദശ എടുക്കുമെന്ന് പറഞ്ഞാൽ തൈലോട്ട് വേണമെങ്കിൽ തുടയിലോട്ട് കണക്ട് ചെയ്തിട്ട് ആ തുടയിലെ സ്കിൻ നമ്മളൊരു ഫ്ലാപ്പായിട്ട് ഇങ്ങനെ റേസ് ചെയ്യും, കട്ട് ചെയ്ത് 3 സൈഡ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ റേസ് ചെയ്യും. എന്നിട്ട് പിന്നെ ആ പോയ ഏരിയയിലോട്ട് നമ്മൾ കണക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇനിയും ഈ കണക്ട് ചെയ്ത ഭാഗം ഇനി ഒരു 3 ആഴ്ചയെങ്കിലും എടുക്കും അതിന് രക്തം കിട്ടാൻ. അത് കിട്ടി കഴിയുമ്പോൾ നമ്മളത് രണ്ടെണ്ണം സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ അതൊരു ഡിസ്റ്റൻറ്റ് ഫ്ലാപ്പ് എന്ന് പറയും. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് ദശ മാറ്റി വെക്കണം. അപ്പം ഇതൊക്കെ ഒരു കോംപ്ലിക്കേറ്റഡ്, ഒത്തിരി സമയം എടുക്കുന്ന, ഒരുപാട് ദിവസം എടുക്കുന്ന പ്രൊസീജിയേഴ്സ് ആണ് സാർ? ദിവസം ഒത്തിരി എടുക്കത്തില്ല. പക്ഷേ നമ്മൾ ഒരു ദശ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് വെക്കുമ്പോൾ അതിന് അവിടുത്തെ സപ്ലൈ കിട്ടണ്ടേ. അത് ബ്ലഡ് സപ്ലൈ, അവിടുത്തെ രക്തം സപ്ലൈ കിട്ടിയാലേ അത് സർവൈവ് ആവത്തുള്ളൂ, അല്ലെങ്കിൽ അത് കറുത്ത അഴുക്കായി പോകും. അപ്പോൾ അത്രയും ഒരു ഗ്യാപ്പ് വരെ എടുക്കും. നോർമലി ഒരു 3 വീക്സ് എടുക്കും ആ ഭാഗത്തിൽ നിന്ന് നമുക്ക് ഇപ്പം പുതിയ വെച്ച തൊലിക്ക് രക്തമൊക്കെ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ദശയ്ക്ക് രക്തം കിട്ടാൻ വേണ്ടി ഒരു 3 ആഴ്ച എടുക്കും. അപ്പോൾ ആ സമയം നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞിട്ടേ നമ്മൾ നോർമലി അത് സെപ്പറേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പം ഇങ്ങനത്തെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഇഞ്ചുറീസിന് ഇച്ചിരി ട്രീറ്റ്മെൻറ്റ് പീരീഡ് ഇച്ചിരി ലോങ് ആയിരിക്കും. സർ, ഈ കറക്റ്റീവ് സർജറീസ് ഉണ്ടായിരിക്കുമല്ലോ, സെപ്റ്റോപ്ലാസ്റ്റി ഒക്കെ, അത് ഇതിനകത്ത് വരുന്നതാണോ? നമ്മൾ റൈനോപ്ലാസ്റ്റി പ്ലാസ്റ്റിക്കിൽ ചെയ്യാറുണ്ട്. അപ്പം ഇപ്പം നോർമലി മൂക്കിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഷേപ്പിൻ്റെ പ്രശ്നമായിരിക്കും.
രണ്ടാമത്തെ പറഞ്ഞ എയർവേ പ്രോബ്ലം. ഇപ്പം നമുക്ക് ബ്രീത്ത് ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളൊരു മൂക്കിൻ്റെ പ്രശ്നമായിട്ട് വരുമ്പോൾ പേഷ്യൻറ്റിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, അത് എന്തോ ആ പ്രോബ്ലം അവരുടെ. ഷേപ്പിൻ്റെ പ്രശ്നമാണെങ്കിൽ അപ്പോൾ അത് എവിടെ, മൂക്കിൻ്റെ പാലത്തിൻ്റെ മേളിലാണോ ഒരു ബ്രോഡായിട്ടിരിക്കുന്നത്, അതോ ചിലപ്പം ഭയങ്കര വൈഡായിട്ടിരിക്കുന്ന നോസാണോ, അല്ലെങ്കിൽ